കോട്ടയം CMS കോളേജിലെ ലൈഫുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സെൻറ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ്റെ പുതിയ ചർച്ച് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തു. $5 million വലിയൊരു ചർച്ചാണല്ലോ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത്. ആ ചർച്ച് സന്ദർശിക്കാനായിട്ട്, ചർച്ച് കാണാനായിട്ട് കോട്ടയത്തെ DGP ആയിരുന്ന, കോട്ടയത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ DGP ആയിരുന്ന ടോമിൻ തച്ചങ്കേരി IPS നമ്മുടെ സെൻറ് തോമസ് CSI ചർച്ചിൽ വന്നു. അപ്പം ഞാൻ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തോട് നല്ല വാക്ക് പറയാനും വെൽക്കം ചെയ്യാനും ഒക്കെ ഞാനും ഉൾപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തോടൊപ്പം പള്ളിയിൽ കുറച്ച് സമയം ചിലവഴിച്ചു. അപ്പോൾ ഞാൻ കോട്ടയം CMS കോളേജിൽ ഞാൻ അധ്യാപകനായിരുന്നപ്പം നടന്ന ഒരു സംഭവം അദ്ദേഹത്തുമായിട്ട് ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുമായിട്ടും അല്പം ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കോട്ടയം CMS കോളേജിൽ ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് നല്ല പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനൊക്കെ എനിക്ക് CMS കോളേജിൽ ഉണ്ടായിരുന്നു. പഠിപ്പിക്കുന്ന കാര്യത്തിൽ സിൻസിയറായിട്ടും നമ്മളെ ഏൽപ്പിച്ച ജോലി 100% സിൻസിയറായിട്ട് ചെയ്യുക എന്നൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഞാൻ ചെയ്യുകയും 24 വർഷം ഞാൻ CMS കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. CMS കോളേജ് മറ്റു കോളേജുകളെയൊക്കെ വ്യത്യസ്തമായിരുന്നു. അവിടെ കോളേജിൽ മിക്കവാറും സമരങ്ങൾ വേണ്ടാത്തതിനും വേണ്ടതിനും ഒക്കെയുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. പല സമരങ്ങളുമുണ്ട്. പല സമരങ്ങൾക്കും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പല സമരങ്ങളോടുകൂടി വിദ്യാർത്ഥികളെ മാറ്റി നിർത്താനും ഒക്കെ ഞാൻ മുൻപന്തി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ യൂണിയൻ്റെയൊക്കെ അഡ്വൈസറായിട്ടൊക്കെ എന്നെ അധ്യാപകൻ എന്ന നിലയിൽ അഡ്വൈസറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥികളും സംഘടനകളുമായിട്ടും പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം ഞാൻ പുലർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം കോളേജിൽ ഒരു സമരമുണ്ടായി. അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ SP ആയിട്ടിരിക്കുന്നത് ടോമിൻ തച്ചങ്കേരി സാറാണ്. ടോമിൻ തച്ചങ്കേരി സാറ് IPS അവിടെ SP ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ഇപ്പം DGP ആണ്. പക്ഷേ ആ സമയത്ത് അവിടെ ഒരു സമരം നടന്നപ്പോൾ കുറച്ച് പേര് വെളിയിൽ നിന്ന് വന്ന് കോളേജിൻ്റെ ഗ്രേറ്റ് ഹോളിൻ്റെ അവിടോട്ട് മുമ്പോട്ട് വരികയും അവിടെ നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് അടിപിടി നടക്കുകയും അത് കല്ലേറും അടിപിടിയും ഒക്കെ നടത്തി അവർ ബഹളമുണ്ടാക്കി അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ബഹളം നടക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ പതിവ് പോലെ ഞങ്ങൾ ക്ലാസ്സിൽ ചെന്നു. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം ഒരു എൻ്റെ ഒരു ഡസ്റ്ററുമായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ കയ്യിലെ ചോക്ക് പൊടിയൊക്കെ ഉണ്ട്. അതൊന്നും കഴുകിയിട്ട് പോലുമില്ല. ഇവർ ഞങ്ങളുടെ ജനറൽ സ്റ്റാഫിലോട്ട് വരുമ്പോഴാണ് അവിടെ സമരത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ജനറൽ സ്റ്റാഫിലോട്ട് കയറുമ്പോൾ എൻ്റെ കൂടെ മറ്റ് ചില സീനിയർ അധ്യാപകരുണ്ട്, ജൂനിയർ അധ്യാപകരുണ്ട്. എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് മുതൽ ഒന്നിച്ചിരിക്കുകയും ക്ലാസ് ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡ് ക്ലാസ് ഇല്ലെങ്കിൽ അവിടെ വന്ന് ശരനേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു വിനോദവും ഞങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരോ. അതുപോലെ തന്നെ അന്നത്തെ ദിവസവും ഞാൻ ജനറൽ സ്റ്റാഫ് റൂമിൽ വന്നു. അന്ന് ജനറൽ സ്റ്റാഫ് വരുമ്പോഴാണ് അവിടെ സമരം തുടങ്ങുന്നതും സമരം നടക്കാനുള്ള പ്രാരംഭ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. അപ്പം കുറച്ച് ഞങ്ങളറിയാത്ത, സാധാരണ അവിടെയുള്ള വിദ്യാർത്ഥികളെ ഏകദേശമൊക്കെ അറിയാത്ത കുറേ വിദ്യാർത്ഥികൾ കുറച്ച് പേര് താഴെ റോഡിൽ നിന്ന് കയറി ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് റൂമിൻ്റെ സൈഡിൽ കൂടെ മേളിലോട്ട് വന്ന് ഗ്രേറ്റ് ഹോളിലേക്ക് നടന്നു പോവുകയാണ്. ഞങ്ങളവരെ കണ്ടു. അപ്പോൾ ഞങ്ങളവിടെ ഈ സമരം നടക്കുന്നതിൽ ഞങ്ങളത് ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഞങ്ങളങ്ങനെ സ്റ്റാഫ് റൂമിലിരിക്കുകയാണ്. അവരങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അങ്ങേപ്പുറത്ത് അപ്പം ഗ്രേറ്റ് ഹോളിൽ ബഹളം നടക്കുന്നൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ബഹളം നടക്കുന്നൊന്നും ഞങ്ങൾ അറിയുന്നേയില്ല. അങ്ങനെ ആ സമയത്ത് ബഹളമൊക്കെ നടന്നു, സമരമൊക്കെ ശാന്തമായി, വിദ്യാർത്ഥികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. പോലീസുകാരൊക്കെ വന്നു, സമരമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പം അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി മരിച്ചുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്നത്തെ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി അദ്ദേഹം താഴെ വീഴുകയും പെട്ടെന്ന് സുഹൃത്തുക്കളെല്ലാം കൂടി അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഒരു ദിവസത്തും കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് സംഗതികളുടെ കേസിൻ്റെ ഭാവമൊക്കെ മാറി. അപ്പം പോലീസുകാരെ കോളേജിൽ വന്ന് അപ്പം ആ സംഭവങ്ങളെക്കുറിച്ച് അവർ FIR തയ്യാറാക്കുകയാണ്.
FIR തയ്യാറാക്കുമ്പം അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന്, ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ഇരുന്ന എല്ലാ അധ്യാപകരും ഞങ്ങളിങ്ങനെ മറ്റുള്ളവരോടും മറ്റ് അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒക്കെ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ ഇതുവഴി പോകുന്നത് കണ്ടു, അവർ വടിയുമായിട്ട് വന്നതും അവർ വടിയുമായിട്ട് പോയതും ഒക്കെ കണ്ടു എന്നൊക്കെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അധ്യാപകരും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഈ പോലീസുകാർ വന്ന് FIR തയ്യാറാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ അധ്യാപകരെയും വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് ഇരുന്നവരാണല്ലോ അത് കണ്ടത്. ജനറൽ സ്റ്റാഫ് ഇരുന്ന് ഞാൻ പോയി. അതുപോലെ തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സീനിയർ അധ്യാപകർ, ഇപ്പോഴും വളരെ സീനിയറായ അധ്യാപകർ, ആ ഒരു സീനിയർ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നതും എല്ലാവരും അംഗീകരിക്കപ്പെട്ടതും എപ്പോഴും സത്യം മാത്രമേ പറയുന്നതൊക്കെയുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹവും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ പല അധ്യാപകരുണ്ടായിരുന്നു. എല്ലാവരെയും വെവ്വേറെ വിളിച്ചിട്ടാണ് പോലീസ് ചോദിക്കുന്നത് അവിടെ നടന്ന സംഭവം. വളരെ കാഷ്വലായിട്ടുള്ള ചോദ്യമായിരുന്നു പോലീസുകാരുടെ. ഇതുപോലെ ഈ ടോമിൻ തച്ചങ്കേരിയും അതുപോലെ DSP ഒക്കെ അവിടെ വന്നു ഞങ്ങളോട് കാഷ്വലായിട്ട് ചോദിക്കുന്നു, അതുവഴി വന്നോ ഇതുവഴി വന്നോ, ആരാ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർ കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്നോട് മാത്രമായിട്ടാണ് പോലീസുകാർ അവിടെ വെച്ച് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റുള്ളവരെയും വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി. എല്ലാവരെയും വിളിച്ചു, എല്ലാവരോടും ചോദിച്ചു. നമ്മൾ ചോദിക്കുന്നതൊക്കെ പോലീസുകാർ അപ്പാടെ അവരെഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. എഴുതിയെടുത്തിട്ട് അവർ പോവുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ കേസ് FIR ഒക്കെ പ്രിപ്പയർ ചെയ്ത് കോടതി കൊടുത്തു കഴിഞ്ഞപ്പം അതിനകത്തെ ഫസ്റ്റ് വിറ്റ്നസ്, ഒന്നാമത്തെ സാക്ഷി